ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോ ഞാനൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. കുറേ ആയിട്ട് നമ്മളൊരു ലോങ് വീഡിയോ ഒക്കെ ചെയ്തിട്ട് അതുപോലെ തന്നെ ഡേ ഇൻ മൈ ലൈഫ് ഒക്കെ കണ്ടിട്ട്. അപ്പോൾ എന്തായാലും നീറ്റ് വന്ന് നേരെ ഉരുളൻകിഴങ്ങ് എടുത്തിട്ട് നേരെ നമ്മൾ കുക്കറിലിട്ടിട്ട് വിസിലടുപ്പിക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് ചപ്പാത്തി ഉരുളൻകിഴങ്ങ് കറിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. എന്നിട്ട് ഞാൻ നേരെ ചപ്പാത്തി ഉണ്ടാക്കാൻ നിന്നു. അല്ലെങ്കിൽ എല്ലാ ദിവസവും ഞാൻ നേരെ കുളിച്ച് ഫ്രഷായിട്ടൊക്കെയാണ് വന്ന് ഫുഡൊക്കെ ഉണ്ടാക്കാറ്. ഇനി ചപ്പാത്തി ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ ഇത് ഉണ്ടാക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഈ പരത്തുന്ന സമയത്തൊക്കെ നമ്മൾ ഡ്രസ്സിലാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ കുളിക്കാൻ നിന്നില്ല, നേരെ കിച്ചണിൽ വന്നു. എന്നിട്ട് പിന്നെ ചപ്പാത്തി പൊടിയൊക്കെ എടുത്ത് നേരെ പിന്നെ ഞാൻ ചപ്പാത്തി റെഡിയാക്കാൻ വേണ്ടിയിട്ട് അത് കുഴച്ചു കേട്ടോ. എന്നിട്ട് പിന്നെ കുക്കർ വിസിൽ വിളിക്കേണ്ടായിരുന്നു. അപ്പോൾ പിന്നെ കുക്കർ ഓഫാക്കിയിട്ട് നേരെ ചപ്പാത്തി പരത്താൻ നിന്നു. ഈ ചപ്പാത്തി പരത്തൽ തീരെ ഇഷ്ടമില്ലാത്ത പരിപാടി കേട്ടോ. നേരെ അങ്ങോട്ട് പോയി കിട്ടും. പിന്നെ നാഗ് കുളമായി ഈ ചപ്പാത്തി കാരണം. അല്ലെങ്കിൽ ചപ്പാത്തി എന്ന് പറയുമ്പോൾ എനിക്ക് ഭ്രാന്ത് പിടിക്കുന്ന പരിപാടിയാണ്. അപ്പോൾ ചപ്പാത്തിക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും സെറ്റാക്കിയൊക്കെ ചെയ്ത് ചപ്പാത്തിയൊക്കെ പരത്തി സെറ്റാക്കിയപ്പോൾ എന്താ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഫസ്റ്റ് തന്നെ ചപ്പാത്തി ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു വലിയ പണിയുണ്ട് തീർന്നല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഫസ്റ്റാണ് ചപ്പാത്തി ഉണ്ടാക്കാൻ നിന്നത്. ചപ്പാത്തി ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞു, ഈ പരത്തലൊക്കെ കഴിഞ്ഞിട്ട് അതവിടെ വെച്ച് ബാക്കി കറികളും പണികൾക്കൊക്കെ കടന്നു. കുക്കറിൽ നിന്ന് എന്താ പറയുക, കുക്കർ അങ്ങോട്ട് മാറ്റി വെച്ച് നേരെ ചോറ് വയ്ക്കാൻ വേണ്ടിയിട്ട് വെള്ളം വെച്ചു. എന്നിട്ട് പിന്നെ നമ്മൾ അതൊന്ന് ചൂടാകുമ്പോഴത്തേനും എന്നിട്ട് പിന്നെ നേരെ ഈ കുക്കറിലത്തെ വിസിലൊന്ന് കളഞ്ഞിട്ട് നമ്മുടെ പൊട്ടാറ്റോ ഉണ്ടല്ലോ അത് അതിലത്തെ വെള്ളം ഊറ്റി കളയാമെന്ന് വിചാരിച്ചിട്ടാണ്. ഊറ്റി കളഞ്ഞിട്ട് അതിനൊന്ന് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അത് ചൂടാറാൻ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കറികൾക്കുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്യുമ്പോഴത്തേനും അത് ചൂടാറി ഉടച്ച് കഴിഞ്ഞാൽ ഉരുളൻകിഴങ്ങ് കറി ഉണ്ടാക്കാമല്ലോ. ഭാജിക്കറിയാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെ പറഞ്ഞാൽ അറിയാമെന്നറിയില്ല, മസാലക്കറി ആ സംഭവമാണ് ഉണ്ടാക്കുന്നത്, മഞ്ഞ കളറായിട്ടുള്ള. അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെ സെറ്റ് ചെയ്ത് മാറ്റി വെച്ച് എന്നിട്ട് പിന്നെ ആ കുക്കർ കഴിച്ചിട്ടായിരിക്ക് നേരെ ഞാൻ മുതിര വയ്ക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ മുതിര അതിലിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് അത് മടുപ്പത്ത് കയറ്റി നേരെ നമ്മുടെ ഉള്ളി നന്നാക്കാൻ നിന്നു കേട്ടോ. നമ്മുടെ ഉരുളൻകിഴങ്ങ് കറിക്കല്ല. അങ്ങനെ ഉരുളൻകിഴങ്ങ് കറിക്കുള്ള സാധനങ്ങളൊക്കെ കഴിയുമ്പോഴത്തേനും ഇവിടെ വെള്ളം തിളച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ നേരെ ചോറ് അരി കഴുകി ഊറ്റിയിട്ട് ചോറിലേക്കുള്ള അരി റെഡിയാക്കിയിട്ട് നേരെ അത് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തു, തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തു. അങ്ങനെ പിന്നെ പറഞ്ഞ പോലെ കുറേ കാലമായിട്ട് വോയിസ് കൊടുക്കണ്ടേ, ഭയങ്കര മടി എനിക്കിപ്പോൾ. അതിൻ്റെ ഒരു വിഷമമുണ്ട് കേട്ടോ. അത് ഞാൻ പേര് വയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് നേരെ 2 പാത്രം വെച്ചിട്ടുണ്ട്. ഒന്നിൽ കടുക് പൊട്ടിച്ചിട്ട് നേരെ നമ്മുടെ മുരിങ്ങയുടെ ഇലയൊക്കെ എടുത്ത് മറ്റേതിൽ കറിക്ക് വയ്ക്കാൻ വേണ്ടിയിട്ട് മറ്റേ ചീഞ്ചട്ടി അവിടെ വെച്ചുള്ളത് കേട്ടോ. ഒക്കെ എല്ലാം നേരം വൈകിട്ട് ചപ്പാത്തി 5:30 വരെ നിന്ന് ഉണ്ടാക്കി. എന്നിട്ടൊക്കെ ലേറ്റ് ആയിട്ടാണ്. അപ്പോൾ രണ്ടും കൂടിയിട്ട് ഒരു അടുപ്പത്ത് അങ്ങോട്ട് കയറ്റി. പിന്നെ നേരെ ചോറ് അരി വെന്തുണ്ടായിരുന്നു. അപ്പോൾ നേരെ അതെടുത്തിട്ട് റൈസ് കുക്കറിലേക്ക് ഇറക്കി വെച്ചു. അപ്പോൾ ആ പരിപാടി കഴിഞ്ഞു. പിന്നെ മറ്റേ മുരിങ്ങയുടെ എല്ലാം ഒന്ന് വാടി വന്നപ്പോൾ അതിലേക്ക് 2 മുട്ട പൊട്ടിച്ചിട്ട് അതും ചിക്കി റെഡിയാക്കി. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ കഴിക്കാൻ, പിന്നെ ഹെൽത്തി ആണല്ലോ. അപ്പോൾ അത് സെറ്റായി. മോൾക്കൊക്കെ അത് ഇഷ്ടമാണ്. അത് നേരെ തേങ്ങ ചിരവിയിട്ട് നാളികേരം ചിരവിയിട്ട് നമ്മുടെ ഈ ഒരു ഇത് റെഡിയാക്കിയിട്ടാണ് ഉപ്പേരി വെച്ചാൽ മുതിരപ്പേരിക്കുള്ള കാര്യങ്ങളാണ്. ഇതെങ്ങനെ ഉണ്ടാക്കുക വെച്ചാൽ ചെറുള്ളിയും വെളുത്തുള്ളിയും ഒക്കെ ഒന്ന് വാട്ടി മറ്റേ വേപ്പില ഇട്ടിട്ട് അതും വാട്ടിയിട്ട് നേരെ നമ്മൾ അതിലേക്ക് കുത്തുമുളക് ഇട്ട് കൊടുത്തിട്ട് പിന്നെ എന്താ പറയുക തേങ്ങ ഇട്ട് കൊടുത്തിട്ട് പൊടിരി ഇട്ടിട്ട് അത് റെഡിയാക്കുകയാണ് ചെയ്യുക കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ലഞ്ച് ബോക്സൊക്കെ റെഡിയാക്കി ഇതൊക്കെ ചൂടാറാൻ മേശമ്മ കൊടുന്ന് വെച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് ചൂടാറിയപ്പോൾ എല്ലാം ലഞ്ച് ബോക്സിലാക്കി അതൊക്കെ ഒന്ന് എന്താ പറയുക ടവലൊക്കെ വെച്ച് കെട്ടി കൊടുത്തു, വെള്ളമാക്കി റെഡിയാക്കിയിട്ട് ബാഗിലാക്കി വെച്ചാലേ എനിക്കതൊരു സമാധാനം കിട്ടുള്ളൂ. അപ്പോൾ ആ പരിപാടികളൊക്കെ ഫസ്റ്റ് ഞാൻ ചെയ്ത് വെച്ചിട്ട് അവളെ ഞാൻ വിളിക്കുള്ളൂ. പിന്നെ അവൾ നീറ്റ് കഴിഞ്ഞ് കുറച്ചിങ്ങനെ ലാഗാവും. അവൾ അവിടെ ഇവിടെയൊക്കെ കൊണ്ടുപോയി പല്ല് തേപ്പിച്ച് ഒക്കെ വരുമ്പോഴത്തേനും കുറച്ച് ടൈം പോവും. അപ്പോൾ 7:30 പോകും വേണമല്ലോ. അങ്ങനെ പിന്നെ ബബ്ലുവിനെ വിളിക്കാൻ പോയി. ബബ്ലുവിനെ നീറ്റിക്കുമ്പോൾ ബബ്ലുവിന് ഉറക്കം മതിയായിട്ടില്ല. പിന്നെ 3 ദിവസം ലീവ് കിട്ടി. ഇത് തിങ്കളാഴ്ചത്തെ വ്ളോഗാട്ടോ. അപ്പോൾ 3 ദിവസം ലീവായിരുന്നു, ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ.
ഈ ദിവസങ്ങളിലൊക്കെ ലീവ് കിട്ടിയപ്പോൾ ആൾക്ക് നല്ല മടിയാണേ. ഉറക്കം തന്നെ അമ്മ എന്നല്ല പറഞ്ഞല്ലേ രാത്രി നേരത്തെ കിടക്കണമെന്ന്. നീക്ക് ഉറക്കം മതിയാവണ്ട. നല്ല കുട്ടിയായിട്ട് നല്ല കുട്ടിയല്ലേ. പിന്നെ ഒരു വിധത്തിൽ അവൾ എങ്ങനെയൊക്കെ എന്തിത്തള്ളി ഞാൻ എന്തൊക്കെയോ പറഞ്ഞിട്ട് പല്ലൊക്കെ തേപ്പിച്ച് പാടൊക്കെ കാണിച്ചു കൊടുത്തിട്ട് പല്ലൊക്കെ തേപ്പിച്ച് കുളിപ്പിച്ച് നേരെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തി ഡ്രസ്സൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇപ്പം ഞാൻ അവളെ ഫസ്റ്റൊക്കെ ഞാൻ എന്നും മറ്റേ തല കഴുകാറുണ്ടായിരുന്നു. പിന്നെ അവളുടെ തലയിൽ പെയിൻ വന്നു. മേ ബി അത് മറ്റു കുട്ടികളിൽ നിന്നാവാം, അങ്ങനെ വരാറൊന്നുമില്ല. ചിലപ്പോൾ ഈ പച്ചമുടി ഇങ്ങനെ രണ്ട് സൈഡ് കെട്ടി വെച്ചുകൊണ്ട് ആണോന്ന് എനിക്ക് ഒരു ഡൗട്ട്. അപ്പോൾ വിഷ്ണു പറഞ്ഞു വൈകുന്നേരത്ത് കുളിപ്പിച്ചാൽ മതി, തല കഴുകിയാൽ മതി, രാവിലെ കെട്ടി വെച്ച് പോണ കണ്ടാവും പച്ചമുടി എന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ രാവിലെ മുടി കഴുകാൻ നിൽക്കില്ല കേട്ടാ. മേല് ഞാൻ എന്താ പറയുക ചൂടുവെള്ളത്തിൽ കുളിപ്പിക്കുക ചെയ്യുക. കുളിപ്പിച്ച് സെറ്റാക്കി ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്തിട്ട് നേരെ മുടിയൊക്കെ കെട്ടി കൊടുത്തു. ആൾക്ക് നന്നായിട്ട് ആ 2-3 ദിവസം ലീവ് കിട്ടിയതൊരു മടിയാക്കി മാറിയിട്ടുണ്ട്. നല്ല കുട്ടിയാണ്, പോവാൻ പഠിക്കാനും അവൾക്ക് പറ്റണ പോലെ അവൾ ട്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെന്താ അങ്ങനെ സ്കൂളിൽ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവളും കൂടിയിട്ട് വണ്ടിയിൽ ഇങ്ങോട്ട് വരും. കാത്തൊക്കെ കുറച്ച് ഇങ്ങോട്ട് വരാനുണ്ട് കേട്ടോ. ഒന്ന് പറയുക ബസ് സ്റ്റോപ്പിലേക്ക്. അപ്പോൾ ബസ് സ്റ്റോപ്പ് ചിലർ വീടിൻ്റെ ഫ്രണ്ടിൽ ഞാൻ നിൽക്കും, വണ്ടി പോണ ഒരു സൈഡ്. നമ്മളെ വീടിൻ്റെ അവിടേക്ക് വരില്ല. അപ്പം പിന്നെ അവിടെ വന്ന് നിൽക്കും. കുറച്ചും കൂടി വരാനുണ്ട്, വണ്ടിയിട്ട് ഇങ്ങോട്ട് വരാനുള്ള ദൂരമുണ്ട്. എന്നിട്ടായാലും പോയാൽ മതി, ഇവിടെ 5 മിനിറ്റ് കൊണ്ട് അങ്ങോട്ട് എത്താമല്ലോ എന്ന് വിചാരിച്ചിട്ട് വണ്ടി അങ്ങോട്ട് പോകും. എന്നിട്ട് അവൾ പോയതിന് ശേഷം വീട്ടിൽ വന്ന് നേരെ ഇതൊക്കെ ഞാൻ അവൾ പോകുമ്പോഴത്തേനും ഒട്ടുമിക്ക ദിവസങ്ങളിലും പാത്രം കഴുകലൊക്കെ കഴിയും. അപ്പം ഞാൻ നേരെ വന്ന് കിടന്ന് ഉറങ്ങാൻ ചെയ്യാറ്. ഇന്നിപ്പോൾ പണി കഴിഞ്ഞിട്ടില്ല, കുളി കഴിഞ്ഞിട്ടില്ല. അപ്പം ഞാൻ നേരെ വേഗം പാത്രങ്ങളൊക്കെ ഉണ്ട് കഴുകി വെച്ച് പാത്രങ്ങളൊക്കെ അവിടെ നിന്ന് എടുത്ത് മാറ്റി എന്താ പറയുക എല്ലാതും അത് ഷെൽഫിൽ നമ്മൾ എടുത്ത് വയ്ക്കും. കുറച്ച് നേരം ഒന്ന് പുറത്ത് വയ്ക്കും കേട്ടോ, വെള്ളം വാർന്ന് പോവാൻ. എന്നിട്ട് പിന്നെ എനിക്കിപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണികൾ കഴിഞ്ഞു തോന്നണമെങ്കിൽ കിച്ചണിലൊരു പാത്രങ്ങൾ ഇരിക്കണം കാണാൻ ഇഷ്ടമല്ല. എല്ലാം നീറ്റായിട്ട് ഇങ്ങനെ ഇരിക്കണം. അപ്പോൾ നമുക്കൊരു കിട്ടുന്ന ഒരു മനസ്സമാധാനം മനസ്സൊക്കെ ഉണ്ടല്ലോ, അത് വേറെ കേട്ടോ. പിന്നെ ഇപ്പോൾ സിങ്കിലാണെങ്കിലും 1-2 പാത്രം എടുത്താൽ തന്നെ ഉണ്ടാവുള്ളൂ കഴുകി. അപ്പോൾ അതുകൊണ്ടൊരു സുഖം ഉണ്ടാവും. ബാക്കി പണികളൊക്കെ രാവിലെ കഴിയും. ഫുഡ് ഉണ്ടാക്കുക, രാവിലത്തെ കടികൾ, പിന്നെ കറികൾ, ഉച്ചത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ സുഖമായിട്ട് കിടന്നുറങ്ങുക. അതൊക്കെ ഇഷ്ടമുള്ള ടൈമിൽ നീട്ടിട്ട് അടിച്ചു വാരി തുടയ്ക്കുക അങ്ങനെയൊക്കെ. അപ്പോൾ ചപ്പാത്തി എന്തായാലും ഫ്ലോപ്പായി. 2-3 എണ്ണം എന്താണ് ഫസ്റ്റത്തെ എനിക്ക് ചൂടാൻ പറ്റി. കുറേ നേരം എടുത്തുകൊണ്ടും പിന്നെ ഈ പൊടി നമ്മൾ വേറെ സ്ഥലത്തു നിന്നാണ് മേടിച്ചത്. അപ്പോൾ അവിടെ മൈദ ചേർക്കുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഒട്ടി പിടിച്ചു. എനിക്കിപ്പോൾ ഉറക്കം വരുന്നുണ്ട്. ഞാൻ മോളെ സ്കൂളിൽ കൊണ്ടാക്കിയിട്ട് വന്നിട്ടാണ് വോയിസ് കൊടുക്കുന്നത്. സോ എനിക്ക് ഉറക്കം വരുന്നുണ്ട് ഗൈസ് വോയിസ് കൊടുക്കുമ്പോൾ. അങ്ങനെ പോയി വന്നു. ഞാൻ എന്ത് ചെയ്തു, ഈ പറഞ്ഞ പോലെ ഒരു ചായയൊക്കെ ഇട്ടിട്ട് കുടിക്കുക കേട്ടോ. പിന്നെ എനിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ അവളെ കൊണ്ടാക്കി വന്നു കഴിഞ്ഞാൽ ഒരു ചായ ഇട്ട് കുടിക്കുക, അതൊക്കെയാണ് എൻ്റെ സന്തോഷം ഇപ്പോഴത്തേട്ടാ. അത് എനിക്കതുവരെ ഒന്നും കഴിക്കാനൊന്നും തോന്നില്ല, വല്ല വെള്ളമൊക്കെ കുടിക്കുള്ളൂ ഞാൻ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൾ പോയി കഴിഞ്ഞാൽ ഫുഡ് എടുത്ത് കഴിക്കുക, ഒരു ചായ വയ്ക്കും, എന്നിട്ട് ഫുഡ് എടുത്ത് കഴിക്കും. വല്ല പാത്രം കഴുകണമെങ്കിൽ അതൊന്ന് കഴുകി വെച്ചിട്ട് വേഗം പോയി കിടന്നുറങ്ങും. കാരണം കുളി കാര്യങ്ങളൊക്കെ എൻ്റെ കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പം ഞാൻ ചപ്പാത്തി ഫ്ലോപ്പായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ചപ്പാത്തി ഞാൻ ഉരുട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് എന്താ അവൾ പോകുമ്പോഴത്തേന് ഈ ചപ്പാത്തിയൊക്കെ റെഡിയായി പോയി കഴിഞ്ഞപ്പോഴാണ് ഈ ചപ്പാത്തി ഇങ്ങനെ ഉരുട്ടി വെച്ചത് സെറ്റ് ചെയ്തിട്ട്. അപ്പം ഞാൻ വേഗം അവൾ പോയതിൻ്റെ ശേഷം ഈ പാത്രം കഴുകും പണികളൊക്കെ കഴിഞ്ഞപ്പോൾ നേരെ ആ മാവ് വീണ്ടും ചപ്പാത്തി പരത്തി റെഡിയാക്കിയിട്ട് ചൂടാണ്. അപ്പോൾ ഇതുപോലെ ചായ ഉണ്ടാക്കി ഇങ്ങനെ കുടിച്ചുകൊണ്ട് ഇങ്ങനെ ചൂടാണ് നിന്നിട്ട്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ എന്തെങ്കിലും ചെയ്യുമ്പോൾ ഇങ്ങനെ ചായ കുടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ ഒരു ചായ അഡിക്റ്റും കൂടിയാണ്. അത്ര അധികം വലിയ ചായ അഡിക്റ്റല്ല കേട്ടോ. അങ്ങനെ കുടിച്ച് ഒക്കെ സെറ്റാക്കിയിട്ട് ഇതൊക്കെയാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. മുതിര, മുരിങ്ങേൻ്റെ ഇല, പിന്നെ ചപ്പാത്തി, പിന്നെന്താ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഉണ്ടാക്കിയത് കേട്ടോ.
ചായ എടുത്തു, പിന്നെ ബാജിക്കറി എടുത്തിട്ട് നേരെ ഭക്ഷണം കഴിക്കായിരുന്നു. അങ്ങനെ ഭക്ഷണമൊക്കെ ആസ്വദിച്ച് കഴിച്ചിട്ട് നേരെ പോയിട്ട് ഉറങ്ങാമെന്ന് വിചാരിച്ചിട്ട് ആണ് നിൽക്കുന്നത്. അപ്പോഴാണ് ഞാൻ ആലോചിച്ചത് ഇന്ന് തൊട്ട് ഞാൻ ജിമ്മിന് പോവുകയാണ് ഗൈസ്. കുറച്ചായി പോയിട്ട് ഒരു ബ്രേക്ക് എടുത്തു. അപ്പോൾ നമ്മളൊക്കെ പോയി തുടങ്ങിയതിന് ശേഷം ഒന്ന് സെറ്റായിട്ട് പോകാൻ വെച്ചിട്ട് ഇപ്പോൾ 1 മാസം കഴിഞ്ഞിട്ട് അവൾ പോകാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം ഉണ്ണിനെ കുളിപ്പിച്ചു, ഉണ്ണിക്കുള്ള ഫുഡ് കൊടുത്തു, അവനെ ഉറക്കിയതിന് ശേഷം ഞാനത് ജിമ്മിന് പോവാണ്. അങ്ങനെ പിന്നെ പോയി വന്നു. അവന് പാലൊക്കെ കൊടുത്ത് കുളിച്ച് പാലൊക്കെ കൊടുത്ത് ചോറടിച്ച് സെറ്റാക്കിയതിനുള്ള പിന്നെ ഒരു പപ്പടം കാച്ചിട്ട് ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. ആദ്യം മോന് ഫുഡ് കൊടുത്തതിന് ശേഷം പിന്നെ ഞാനിത് എനിക്കുള്ള കുറച്ച് ചോറ് എടുത്തിട്ട് ഞാൻ കഴിക്കായിരുന്നു കേട്ടോ. താഴത്ത് ഇരുന്നിട്ടാണ് കഴിക്കുന്നത്, ടി വി കണ്ട്. കാരണം മോൻ ഇവിടെ നിൽക്കുന്നുണ്ട്, അപ്പോൾ ഞാൻ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ കഴിച്ചു. പിന്നെ അങ്ങനെ ഞാൻ കുറച്ച് നേരം കിടന്ന് ഉറങ്ങി. കഴിഞ്ഞിട്ട് ഡ്രോയിങ് വരച്ച് പിന്നെ ബബിള് വന്നപ്പോൾ അവളുടെ യൂണിഫോം അമ്മ ടി വി കാണുന്നുണ്ട്. ഞാൻ ഇതേ അവിടെയൊക്കെ വൃത്തിയാക്കി വെള്ളമൊക്കെ പിടിച്ച് വെച്ചു. പിന്നെ ഇത് ഞാൻ ഇപ്പോൾ അടുത്ത് കുറച്ച് ദിവസം മുന്നേ ഓർഡർ ചെയ്തിട്ട് ഇന്നലെ വന്ന ഇതാട്ട മോപ്പാണ്. ഇന്നലെ അല്ല, അപ്പം വന്ന മോപ്പാണ്. അപ്പോൾ എനിക്കത് അപ്പം തന്നെ പൊട്ടിക്കണം, കാരണം അത്യാവശ്യം റേറ്റ് ഉണ്ട് ഈ മോപ്പിന്. ഇത് നല്ലൊരു സാധനമാണ് കേട്ടോ. അപ്പോൾ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. ടെസ്റ്റ് ചെയ്യണമെന്നാണ് എനിക്കറിയണ്ടോ, പക്ഷേ എല്ലാ ടെസ്റ്റ് ചെയ്യുന്നതും പെട്ടെന്ന് കേടുവരും, നാശമൊക്കെ ചെയ്യും. ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. നല്ല എന്താ പറയുക, മുടിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇങ്ങനെ പെട്ടെന്ന് കിട്ടും. മാത്രമല്ല നമ്മൾ തുടയ്ക്കൽ വേഗം തീരും ചെയ്യും. ഈ മുടികളുള്ളത് പെട്ടെന്ന് അതിമ പിടിച്ച് ഇങ്ങനെ വെല്ല പോകും. അപ്പോൾ നമ്മൾ തുടയ്ക്കുന്ന തുണിയാണെങ്കിൽ അതിന്മേൽ നിറച്ച് ഈ മുടി ഇങ്ങനെ ഇതായിട്ട് നമ്മൾ ഇങ്ങനെ തീരില്ലേ, ഈ മുടി ഇങ്ങനെ നീക്കി കൊണ്ടുമ്പോൾ. ഇതാകുമ്പോൾ ഇതിൻ്റെ അടിയിൽ ഈ ഒരു സ്പോഞ്ച് ഉണ്ടല്ലോ, അതിന്മേലും അതുപോലെ മറ്റേ നൂലിൻ്റെ അവിടെ ആയിട്ട് ഈ മുടി ഇങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് കൈയിട്ട് എടുത്ത് മാറ്റി പെട്ടെന്ന് എടുത്ത് മാറ്റുകയും ചെയ്യാം. പരിപാടിയൊക്കെ കഴിഞ്ഞു, വൃത്തിയായിട്ട് കിട്ടും ചെയ്യട്ടോ ഫ്ലോറ്. അപ്പോൾ എൻ്റെ തുടയ്ക്കലൊക്കെ കഴിഞ്ഞു, വൈകുന്നേരമായില്ലോ. തുടയ്ക്കലൊക്കെ കഴിഞ്ഞു. ഇതേ അമ്മ ഇവിടെ ആസ് യൂഷ്വൽ എന്നുള്ള പോലെ വൈകുന്നേരത്ത് പുറത്തിറങ്ങിയിട്ട് ഇത് കൃഷിയുടെ കാര്യങ്ങളൊക്കെ ചെയ്യാണ്. പയറുണ്ട്, കയ്പ്പയ്ക്കുണ്ട്, ഗോവയ്ക്കുണ്ട്, മത്തങ്ങയുണ്ട്. ഇതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തതാണ്. ഇത് കുമ്പളങ്ങ എന്താ പറയുക, നമ്മളെ ഓണത്തിന് വേണ്ടിയിട്ടുള്ള മാരിഗോൾഡ്, അതിന് ചെണ്ടുമല്ലി എന്നാണ് ഇവിടെ പറയണത്. അവിടേക്ക് എന്താ പറയാന്ന് എനിക്കറിയില്ല. പല സ്ഥലത്ത് പലതും പറയുന്നുണ്ടാവും കേട്ടോ. പേരുകൾ പല സ്ഥലത്ത് പല പേരായിട്ടാണ് എനിക്ക് തോന്നിയുള്ളത്. പിന്നെ ഇതേ ഉണ്ണി ഞാനും ബബിളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. കുറച്ച് നേരം ഇവിടെ തട്ടിമുട്ടി നടന്നു. നമ്മുടെ വഴുതനങ്ങയൊക്കെ നോക്കി. പിന്നെ അമരപ്പയർ എന്തായി പോയി നോക്കിയപ്പോൾ അമരപ്പയർ 2-3 എണ്ണമൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. നമ്മളുണ്ടായ ഒരു സെറ്റ്, രണ്ടാമത്തെ സെറ്റായിട്ട് നമ്മൾ എടുത്തിട്ട് ഉപ്പേരി വെച്ച് കഴിഞ്ഞു. മറ്റേ വാളമരയുടെ വീഡിയോ ഞാൻ ഇട്ടുണ്ടായിരുന്നല്ലോ, ഒരു ചെറിയ ഷോർട്ട് വീഡിയോ. അതോ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കട്ടെ. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ഇട്ട് വരാം കേട്ടോ.